ചുൾബുളിനെ ഈ കാര്യം ഞാൻ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും? ചുൾബുൾ, ഞങ്ങള് സ്കൂൾ പിക്നിക്കിന് മൗണ്ടെയിൻ റെയിലിലേക്ക് പോവാ. നീ അപ്പൂപ്പന്റെ അടുത്ത് വികൃതി ഒന്നും കാണിക്കരുത് കേട്ടോ. ഞാനും വരും. ഞാനിവിടെ ഇരുന്ന് എന്ത് ചെയ്യാനോ? ഞങ്ങൾക്ക് നിന്നെ ഞങ്ങളെ സ്കൂൾ ബസ്സിൽ കൊണ്ടുപോകാൻ പറ്റില്ല. അതുകൊണ്ടാ. നീ പോയിക്കോ, ഞാൻ വന്നോളാം. ജിണ്ടുവിനെ വിളിക്ക്, അവൻ എന്നെ കൊണ്ടുവരും. എനിക്കും വരണം വീർ. കൂട്ടുകാർക്ക് നമസ്കാരം, ശത്രുക്കൾക്ക് പ്രണാമം. എന്ത് പറഞ്ഞാലും ചെയ്യും ഞാൻ. ജണ്ടു എന്നാണ് എന്റെ പേര്. ജിണ്ടുദേ, അത് കണ്ടില്ലേ? വണ്ടി പോകുന്നു. എനിക്കും പോകണം. എങ്കിൽ നീയും പോക്കോ. കാറിന്റെ അകത്തിരുന്ന് പോവാൻ പറ്റില്ല. അപ്പൊ മോളിലിരുന്ന് പോവാലോ. വണ്ടിയുടെ മേലെ ചുൾബുളുണ്ട്. എന്റെ ജിണ്ടു, ചുൾബുളിന് വണ്ടിയുടെ കൂടെ അല്ല പിക്നിക്കിന് പോണ്ടത്. വേഗം അവനെ അതിൽ ഇറക്ക്. സോറി ബോസ്, ഞാൻ വിചാരിച്ചത് അവന് വണ്ടിയുടെ കൂടെ പോണോന്നാ. അല്ലാതെ ഒറ്റയ്ക്ക് പിക്നിക്കിന് പോയ ഒരു രസമില്ലല്ലോ. ചുൾബുള്ളി എവിടെ പോയി? വെറുതെ ഓരോന്ന് പറഞ്ഞ് മനുഷ്യന് പേടിപ്പിച്ചോളും. ജിണ്ടു, ചുൾബുൾ എവിടെ പോയി? ഞാൻ അവനെ പിക്നിക്കിന് അയച്ചു. ജിണ്ടു, അവനെതിരെ ഒറ്റയ്ക്ക് അയച്ചത്. അവൻ എന്റെ കൂടെ പിക്നിക്കിന് വരാൻ ആഗ്രഹിച്ചത്. എന്റെ ബോസ്, എങ്കിൽ പിന്നെ ഇതൊക്കെയല്ലേ ആദ്യം പറയേണ്ടത്. ഇന്നാ പിടിച്ചോ. എന്നെ രക്ഷിക്കേ. എനിക്ക് പിക്നിക്ക് വേണ്ട. ചുൾബുൾ, നീ എന്തിനാ കരയുന്നത്? നീ വന്നോ? താങ്ക് ഗോഡ്. ഈ ചുണ്ടിനെ വെറുതെ വിടില്ലോ. ഇല്ലല്ലോ. ഇതേതോ പഴയ എയർപോർട്ടിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇവരൊക്കെ നരഭോജികളാണ്. ഇത് നരഭോജികളൊന്നുമല്ല. ചിലപ്പോ ചുൾബുള്ളിനെ പിടിച്ച് തിന്നുമായിരിക്കും. നീ എന്തൊക്കെയാ പറയുന്നത്? ഇവരപ്പൊ എന്നെ പിടിച്ച് തിന്നുവോ? അയ്യോ! ഹലോ ആൽഫ ചാർലി ഡെൽറ്റ, ലാൻഡ് ചെയ്യാനുള്ള ശ്രമങ്ങൾ തുടർന്നോളൂ. നിങ്ങൾക്ക് കഴിയുന്നത്ര പരിശ്രമങ്ങൾ നടത്തിക്കൊള്ളൂ. അതിന് പറ്റിയില്ലെങ്കിൽ ഡൽഹി എയർപോർട്ടിലെ ലാൻഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ പറ്റില്ല. ഇവിടെ ലാൻഡ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി ലഭ്യമല്ല. ഓക്കേ, ഓവർ ആൻഡ് ഔട്ട്. നമ്മൾ അവരെല്ലാം രക്ഷിച്ചേ പറ്റൂ. നമ്മള് സുരക്ഷിതമായി എല്ലാവരും പ്ലെയിനിൽ നിന്ന് പുറത്തിറക്കണം. അതിനെന്താ, ഇപ്പൊ ചെയ്യാലോ. എന്റെ അമ്മച്ചി. ഹലോ ആൽഫ ചാർലി ഡെൽറ്റ, ഈ പാസഞ്ചേഴ്സിനെ നിങ്ങൾ എങ്ങനെയാ താഴെ ഇറക്കിയത്? ഇത് എന്ത് ടെക്നിക്കാണ്? ആശംസകൾ, ആശംസകൾ. ജിന്റു, നീ എന്തായി ചെയ്യുന്നേ? എല്ലാവരും വേഗം തിരിച്ചയക്കേ. ഇല്ലെങ്കിൽ ജിന്റു എന്ന പേരുള്ള ഒരു ജിന്ന് എന്റെ കൂടെ ഉള്ളത് എല്ലാവരും അറിയും. ഞാൻ പാസഞ്ചേഴ്സിനോട് സംസാരിക്കട്ടെ. നിങ്ങളെല്ലാവരും തിരിച്ചു വന്നു. പുറത്തേക്ക് നോക്കൂ, കണ്ടിട്ട് റൺവേയിലെത്തിയെന്ന് തോന്നുന്നു. കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത്. പക്ഷെ ഇതെങ്ങനെ സാധ്യമാകും? ഇല്ലില്ല, നമുക്കിത് തോന്നുന്നതായിരിക്കും. ഇനി ഇതുപോലെ ഒന്നും കാണിക്കരുത്. ഇങ്ങനെയൊന്നും അല്ല ആൾക്കാരെ രക്ഷിക്കുന്നേ. ആ പ്ലെയിനിന്റെ വീല് കുടുങ്ങിയിരിക്കുക. അത് പുറത്തെടുത്ത് പ്ലെയിനിൽ ലാൻഡ് ചെയ്യിച്ച എല്ലാവരെയും രക്ഷിക്കണ്ടേ. ഒരു ടയർ കാരണം ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടാവോ? ഞാൻ ഒന്നിനു പകരം ഒരുപാട് ടയറുകൾ തരാം. അപ്പൊ പിന്നെ എളുപ്പം ലാൻഡ് ചെയ്യാലോ. ഹലോ ആൽഫ ചാർലി ഡെൽറ്റ, ഇത്രയധികം ടയറുകൾ എവിടുന്നാണ് കിട്ടിയത്? ഇത്രയും നേരം ഒരു ടയർ പോലും തുറക്കുന്നുണ്ടായിരുന്നില്ലല്ലോ. ഹലോ ഹലോ ജിന്റു, നീ എന്തായി ചെയ്തേ? ആ ടയറെല്ലാം മാറ്റേ വേഗം. ഇപ്പൊ മാറ്റാലോ. ഓടിക്കോ.
എന്ത് ചെയ്യാ വീർ? നിങ്ങൾ എനിക്ക് ഇതുപോലെ ക്യാരറ്റ് എറിഞ്ഞു തരുവാണെങ്കിൽ ഞാനും അതുപോലെ ക്യാച്ച് പിടിച്ച് കാണിച്ചു തരാം. എന്നാ ശരി ചെല്ല്, ആ മരത്തിൽ പോയിരിക്കും, ഞാൻ ക്യാരറ്റ് എറിഞ്ഞുതരാം. ചുൾബുള്ളി മര്യാദക്ക് നടക്കാൻ പോലും അറിയില്ല, അപ്പഴാ മരത്തെ കയറാൻ പോകുന്നേ. ഇന്നെങ്കിലും പ്രശ്നം ഉണ്ടാക്കാതെ മര്യാദക്ക് വണ്ടി ഓടിക്കണം. കണ്ടിട്ട് ഇന്നത്തെ ദിവസം മാടി പൊളിയാവുമെന്ന് തോന്നുന്നു. ഇവിടെ എന്തൊക്കെയാണ് ഈ നടക്കുന്നത്? വീർ, നിങ്ങളിവിടെ എന്ത് ചെയ്യാ? ഞാൻ ആപ്പിള് കഴിക്കാം. വേഗം എനിക്കും 2-3 ആപ്പിൾ ഇങ്ങ് താ. എനിക്ക് ആപ്പിൾ ഒരുപാട് ഇഷ്ടമാ. ഇവിടുന്ന് ആപ്പിള് താഴോട്ട് എറിഞ്ഞുതരാൻ പറ്റില്ല, അത് വളരെ പ്രശ്നമായി മാറും. നീ ആപ്പിൾ എറിഞ്ഞ് തന്നില്ലെങ്കിൽ ഞാൻ മുകളിലേക്ക് കയറി വരും. ഞാൻ മുകളിലേക്ക് കയറി വരുന്നത് നിനക്ക് നല്ലതിനാവില്ല. എന്നാ ശരി, ഇന്ന് പിടിച്ചോ. ആ, ഞാൻ നേരെ വീട്ടിൽ പോയിട്ട് അമ്മയോട് ജനവാതിൽ അടിക്കാൻ പറയട്ടെ, ഇല്ലെങ്കിൽ ഇവര് വീട്ടിൽ കയറും. ഈ കുരങ്ങന്മാർ ആളുകളൊക്കെ ശല്യം ചെയ്യാണല്ലോ. ഇവരെങ്ങനെങ്കിലും ഇവിടുന്ന് ഓടിക്കണം. ഇവരെ ഓടിക്കാൻ ജിണ്ടുവിനെ കൊണ്ട് ചിലപ്പോ സാധിക്കും. കൂട്ടുകാർക്ക് നമസ്കാരം, ശത്രുക്കൾക്ക് പ്രണാമം. എന്ത് പറഞ്ഞാലും ചെയ്യും ഞാൻ. ജിണ്ടു എന്നാണ് പേര്. ഈ കുരങ്ങന്മാർ ഇവിടെയുള്ള എല്ലാവരും ശല്യം ചെയ്യാ. ഈ നഗരത്തെ രക്ഷിക്കേ. ഓക്കെ ബോസ്. ഇതെന്താ ചെയ്തേ? നഗരം എടുത്തോണ്ട് ആകാശത്ത് വന്നോ? ഇനി ആ കുരങ്ങന്മാർക്കൊന്നും ഇങ്ങോട്ട് വരാൻ കഴിയില്ല. ഞാൻ ഈ നാടിനെ കുരങ്ങന്മാരുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചു. ഇപ്പൊ സന്തോഷമായോ ബോസ്? എനിക്ക് സന്തോഷമൊന്നും ആയില്ല ജിണ്ടു. നീ എല്ലാ കാര്യങ്ങളും കൊളവാക്കിക്കൊണ്ടിരിക്ക. എല്ലാം വേഗം താഴെ എത്തിക്കേ. ഇപ്പൊ തന്നെ വേണം, വേഗം, പോസിബിൾ. കൊള്ളാം വീർ, നിന്റെ വർത്തമാനം കേൾക്കുമ്പോ എനിക്കും അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട്. കള്ളനെ പിടിക്കാൻ നമുക്ക് വളരെ എളുപ്പമായിരിക്കും. എങ്ങനെ? ഞാൻ കേട്ടിട്ടുണ്ട് കള്ളന്മാരുടെ താടിയിൽ ഒരു വെട്ടുണ്ടാവും. അപ്പൊ പിന്നെ ഇവിടെ ആരുടെ താടിയിലാണ് വെട്ടുള്ളതെന്ന് നമുക്ക് നോക്കിയാ പോരെ. ആരുടെ താടിയിലാണോ വെട്ട് അവനാണ് കള്ളൻ. ഇനി ചിലപ്പോ കള്ളന് താടിയില്ലെങ്കിലോ? അപ്പൊ പിന്നെ കള്ളന് താടി വളരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം, അല്ലാതെന്താ. പക്ഷെ നമുക്ക് കാത്തിരിക്കാൻ സമയമില്ലല്ലോ വീർ. അങ്ങനെ സമയം കുറവുള്ളപ്പോൾ നമ്മൾ സ്ഥിരം ചെയ്യാറുള്ളത് പോലെ വിരലും ഞൊടിച്ച് ജിണ്ടുവിനെ വിളിക്ക്. വേഗം വിളിക്ക് ജിണ്ടുവിനെ. വിരലും ഞൊടിച്ചാൽ ഉടനെ അവൻ ഓടി വരികയും ചെയ്യും. ഞൊടിയുടെ കൊണ്ട് അടുത്ത സെക്കൻഡിൽ കള്ളനെ പിടിക്കുകയും ചെയ്യും. ഞാനാണ് ജിൻ. പറയൂ വീർ, ഇന്ന് എന്ത് ജോലിയാണ് ഞാൻ ചെയ്യേണ്ടത്? എന്ത് പ്രയാസമുള്ള ജോലിക്കായിട്ടാണ് എന്നെ വിളിച്ചത്? ജിൻടു, ഞങ്ങളുടെ സ്കൂളിൽ ഏതോ കള്ളൻ വന്നിട്ടുണ്ട്. ആ കള്ളൻ സ്റ്റുഡൻസിന്റെയും ടീച്ചേഴ്സിന്റെയും സാധനങ്ങൾ മോഷ്ടിക്കുകയാണ്. നീ പോയിട്ട് ആ കള്ളൻ ആരാന്നുള്ളത് കണ്ടുപിടിക്ക്. ആ കള്ളൻ ആരായാലും അവനെ ഒരു ചാക്കിൽ കെട്ടി എന്റെ മുന്നിൽ കൊണ്ടുവാ. ഇത്രയും സിമ്പിളായ പണിയായിരുന്നോ? ഞാൻ വിചാരിച്ചു നിന്നെ കൊണ്ട് പറ്റാത്ത വേറെന്തോ വലിയ കാര്യമാണെന്ന്. ശരി, ഞാൻ ആ കള്ളനെ പിടിച്ചോണ്ട് വരാം ബോസ്. ഇന്ന പിടിച്ചോ. അല്ല, ഇതെന്താ? നീ ഇതെന്തായി ചെയ്തത്? ഇത്രയധികം കള്ളന്മാരെ ഇത് എവിടുന്ന് വന്നു? ഞാൻ ഒരു കള്ളനെ പിടിച്ചോണ്ട് വരാനല്ലേ പറഞ്ഞേ? നിനക്കിതിന്ന് ഏത് കള്ളനെ വേണ്ടെന്ന് വെച്ചാ എടുത്തോ. ഞാൻ എല്ലാവരെയും പിടിച്ചോണ്ട് വന്നിട്ടുണ്ട്. എല്ലാ മനുഷ്യന്മാരും അവരുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു ചെറിയ മോഷണം നടത്തിയിട്ടുണ്ടാവും. ഓ, നിന്റെ ഒരു കാര്യം. എന്ത് കാര്യം പറഞ്ഞാലും അതങ്ങ് ഓവർ സ്മാർട്ട് ആയിട്ട് ചെയ്തിട്ട് വന്നോളും. ഇവരെ വേഗം തിരിച്ചയക്ക് ഇപ്പൊ തന്നെ. നീ ഇനി ഒന്നും ചെയ്യണ്ട, ഞാൻ തന്നെ കള്ളനെ പിടിച്ചോളാം. അല്ല, ഞാനിവിടെ എന്ത് ചെയ്യാ? ഇതെന്താ? ഞാനെവിടാ കുടുങ്ങിയത്? കാട്ടിലേതെങ്കിലും വേട്ടക്കാരന്റെ കയ്യിൽ അകപ്പെട്ടതാണോ? എനിക്ക് ശ്വാസം മുട്ടുന്നേ. എന്നെ രക്ഷിക്കണേ. ഇനി ചാക്കിനുള്ളിൽ ആരാ? വേഗം തുറക്ക്. നീയോ? നീ ചാക്കിനകത്ത് എന്തെടുക്കുക? ഇതിനർത്ഥം നീയും എപ്പോഴോ മോഷണം നടത്തിയിട്ടുണ്ടെന്നല്ലേ?
അത് സോറി, ഞാൻ 1-2 തവണ മറ്റുള്ളവരുടെ പാടത്ത് പോയിട്ട് ക്യാരറ്റ് ഒക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. ഒരു തവണയൊക്കെ കഴിച്ചിട്ടുള്ളൂ. സോറി വീർ, ഐ എം റിയലി സോറി. ഇനി ഒരിക്കലും ചെയ്യില്ല, സത്യമായിട്ടും. ഓക്കെ, ഇനിയൊരിക്കലും മോഷ്ടിക്കരുത്. മോഷ്ടിക്കുന്നത് തെറ്റായ കാര്യാ. അതിപ്പോ 1 രൂപയാണെങ്കിലും 1 ക്യാരറ്റ് ആണെങ്കിലും.